നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലഹരിക്കെതിരെ പദ്ധതികൾ നടപ്പാക്കിയിട്ട് അതിനിടയിൽ കൂടി വേണ്ട ഈ പണി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള മുഖ്യമന്ത്രി സതീശന്റെ തീരുമാനം വെട്ടി ലീഗ് രംഗത്ത്. ലീഗ് കടുപ്പിക്കുകയാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കടുത്ത വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ ഈ തീരുമാനത്തിൽ ഒരു മാറ്റമുണ്ടാകും എന്നുള്ള ചില സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് പൂക്കി മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ കൈപൊള്ളി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനിടയിൽ കൂടി മുഖ്യമന്ത്രിക്ക് UDF-ലെ കട്ടപ്പമാരുടെ പിന്നിൽ നിന്നുള്ള കുത്തും. KC വേണുഗോപാൽ കിട്ടിയ അവസരത്തിൽ ഒരു വെടി പൊട്ടിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കൂട്ടത്തിൽ ഉള്ളവരുടെ തന്നെ വെട്ടേറ്റ് വീണ് VD സതീശൻ. ഞങ്ങൾക്ക് കൂടുതൽ പണിയെടുക്കണ്ട എന്ന് ട്രോളുകയാണ് പ്രതിപക്ഷവും. മദ്യ ഒഴുക്കിന് സതീശൻ പച്ചക്കൊടി വീശിയെന്ന പരോക്ഷ വിമർശനം UDF-കാർ തന്നെ ഉയർത്തിയാലത്തെ അവസ്ഥ എന്തായിരിക്കും? മദ്യ ഉപഭോഗം കുറയ്ക്കുമെന്ന UDF നയത്തിന് വിരുദ്ധമാണ് ഈ നിലപാട് എന്നായിരുന്നു UDF-ൽ നിന്ന് വന്ന VD സതീശന് നേരെയുള്ള വിമർശനം. ഈ വിമർശനം പ്രതിപക്ഷം പറഞ്ഞാൽ VD സതീശന് തിരിച്ചടിച്ചു നിൽക്കാം. എന്നാൽ കൂടെയുള്ളവർ പറയുമ്പോൾ അത് പിന്നിൽ നിന്നുള്ള കുത്താണ്. സർക്കാർ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ജനങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് ഉറപ്പുവരുത്തണം എന്ന് KC വേണുഗോപാൽ വെടിപൊട്ടിച്ചത് അത്ര നിസ്സാരമല്ല. അത് VD സതീശനിട്ടുള്ള പണിയാണ്. പാർട്ടിക്കുള്ളിൽ എന്തായാലും ഈ വിഷയത്തിൽ ചർച്ചയുണ്ടാകും എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. എക്സൈസ് മന്ത്രിയുമായി കൂടിയാലോചന നടത്താതെയാണ് നികുതി നിശ്ചയിച്ചത് എന്ന വിമർശനവും കൂടി ഉയർന്നതോടെ മുഖ്യമന്ത്രി അടപടലം വെട്ടിലായി. കൂട്ടത്തോടെ മുഖ്യമന്ത്രിയുടെ കാലുവാരി കൂടെയുള്ളവർ KCക്ക് സലാമടിക്കുന്നു. കൂടെയുള്ളവരുടെ കാലുവാരൽ ഗ്രൂപ്പ് കളി എന്ന് വിമർശനം ഉയർത്തി സതീശന് പിടിച്ചു നിൽക്കാമെങ്കിലും ലീഗിനെ തള്ളിക്കളയാൻ ഒരു കാലത്തും VD സതീശന് കഴിയില്ല. ഇതുകൂടാതെ സുപ്രഭാതം പത്രത്തിൽ സതീശൻ സർക്കാരിനെ വിമർശിച്ചൊരു ലേഖനവും കൂടി വന്നതോടെ സതീശന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ UDF സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു സുപ്രഭാതം മുഖപ്രസംഗത്തിൽ. ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനേക്കാൾ മദ്യവിപണിക്ക് പുതിയ സാധ്യതകൾ തുറന്നു കൊടുക്കുന്നതാണ് സർക്കാർ നയമെന്നും ഇത് ആശങ്കാജനകമാണെന്നും എഡിറ്റോറിയൽ പറയുന്നു. മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്ന നയവുമായി VD സതീശൻ സർക്കാർ മുന്നോട്ട് വരുന്നത് അത്യന്തം നിർഭാഗ്യകരമാണെന്നും വീര്യം കുറഞ്ഞ മദ്യം വീര്യം കെട്ട നയം എന്ന തലക്കെട്ടിൽ സുപ്രഭാതം എഴുതിയത്. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കേരളം കൈകോർത്തു നിൽക്കുന്ന ഘട്ടത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച UDF സർക്കാരിന്റെ നടപടി കടുത്ത ആശങ്കയ്ക്കിടയാക്കുന്നതാണ്. ബജറ്റിലെ ഈ പ്രഖ്യാപനം വെറും നികുതി പരിഷ്കരണം എന്ന വാദത്തിൽ ഒതുക്കാനാവില്ല. മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്ന നയവുമായി VD സതീശൻ സർക്കാർ മുന്നോട്ട് വരുന്നത് അത്യന്തം നിർഭാഗ്യകരമാണ്. സമൂഹത്തിന്റെ ആരോഗ്യത്തെയും യുവതലമുറയുടെ ഭാവിയെയും ബാധിക്കുന്ന വിഷയമാണിത്. അതുകൊണ്ട് തന്നെ വിവിധ മത സാമൂഹിക സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും ഉയർത്തുന്ന എതിർപ്പിനെ സർക്കാർ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് എന്ന് എഡിറ്റോറിയലിൽ പറയുന്നു. മദ്യവർജനത്തെക്കുറിച്ചുള്ള വാചാടോപങ്ങൾ തിരുത്തുന്നതിൽ മുന്നണികളൊന്നും ഒരു മടിയും കാട്ടാറില്ല. എന്നാൽ അധികാരത്തിൽ മാറി വരുന്ന ഭരണകൂടങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ മദ്യലഭ്യത കുറയ്ക്കുന്നതിനേക്കാൾ വിപണി നിലനിർത്തുകയും വിപുലീകരിക്കുകയും ചെയ്യുന്നതിലാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നതെന്ന് വ്യക്തമാകുമെന്നും എഡിറ്റോറിയലിൽ വിമർശിക്കുന്നു. UDF സർക്കാർ സമഗ്ര മദ്യനയം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ ബജറ്റ് പ്രഖ്യാപനം സർക്കാരിന്റെ സമീപനം ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെട്ടേക്കാം. ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനേക്കാൾ മദ്യവിപണിക്ക് പുതിയ സാധ്യതകൾ തുറന്നു കൊടുക്കുന്ന നയസൂചനയായാണ് ഇതിനെ പലരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ സർക്കാർ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ടെന്നും എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ പ്രതിപക്ഷം സഭയിൽ ഉയർത്തിയ ആരോപണത്തെയും സുപ്രഭാതം പിന്തുണച്ചു. ബക്കാഡി കമ്പനിയെ സഹായിക്കാനാണ് നികുതി പരിഷ്കരണം എന്ന പ്രതിപക്ഷ ആരോപണവും ഗൗരവമുള്ളതാണ്. നികുതി ഇളവിനായുള്ള ഫയൽ നീക്കമൊക്കെ ശരവേഗത്തിൽ നടന്നത് ഈ ആരോപണത്തിന്റെ ശക്തി കൂട്ടുന്നുണ്ട്. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സർക്കാർ കരുതുന്നുവെങ്കിൽ പോലും അതിന് വ്യക്തവും വിശ്വസനീയവുമായ വിശദീകരണം നൽകേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. വിഷയത്തിൽ ഭരണകക്ഷിക്കുള്ളിൽ നിന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, VM സുധീരൻ എന്നിവരുടെ വിയോജിപ്പും എഡിറ്റോറിയൽ എടുത്തു പറയുന്നുണ്ട്. ജനങ്ങളുടെ ആശങ്കകളെ കേൾക്കാനും തെറ്റായ തീരുമാനങ്ങൾ തിരുത്താനുമുള്ള ആർജവമാണ് ഒരു സർക്കാരിന്റെ ശക്തി. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള എളുപ്പവഴിയായി മദ്യത്തെ വീണ്ടും ആശ്രയിക്കുന്നതിന് പകരം
ആരോഗ്യകരമായ സാമൂഹിക വികസനത്തിനും ഉൽപാദനക്ഷമമായ സമ്പദ് വ്യവസ്ഥയ്ക്കും വഴിയൊരുക്കുന്ന നയങ്ങളാണ് കേരളത്തിന് ആവശ്യം. ജനവികാരവും സാമൂഹിക ഉത്തരവാദിത്വവും മാനിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനം സർക്കാർ പുനഃപരിശോധിക്കണം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കേരളം പിന്നോട്ടല്ല മുന്നോട്ടാണ് പോകേണ്ടതെന്നും എഡിറ്റോറിയൽ പറയുന്നു. ഈ എഡിറ്റോറിയൽ പൂർണ്ണമായും വി.ഡി. സതീശൻ സർക്കാരിനെ വിമർശിക്കുന്നത് തന്നെയായിരുന്നു. ഈ പരിപാടിയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എഡിറ്റോറിയലിൽ വ്യക്തമാക്കിയത്. ഇതുകൂടാതെ പാണക്കാട് തങ്ങളും മുസ്ലിം ലീഗിന്റെ മറ്റ് നേതാക്കളും ഒക്കെ സർക്കാരിനെ ഈ വിഷയത്തിൽ വിമർശിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കുന്നതിനിടെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ മുസ്ലിം ലീഗ് കടുത്ത എതിർപ്പുയർത്തി. മുസ്ലിം സംഘടനകളും എതിർപ്പിലാണ്. ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ രംഗത്ത് വന്നതും വലിയ ചർച്ചയായി മാറുകയാണ്. പിറക്കട്ടെ ലഹരി മുക്ത ഗ്രാമങ്ങൾ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ച UDF സർക്കാരിനെ പ്രശംസിക്കുന്നതോടൊപ്പം മദ്യനികുതിയിൽ ഇളവ് നൽകാനുള്ള തീരുമാനത്തിൽ അതൃപ്തി പരസ്യമാക്കുകയാണ് പാണക്കാട് തങ്ങളും ചെയ്തത്. ലഹരിയെ നാടുകടത്താനുള്ള ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയെ നാടും നഗരവും ഏറ്റെടുക്കുമ്പോൾ തന്നെ ബജറ്റിലെ മദ്യനികുതി ഇളവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആശങ്കകൾ ദൂരീകരിക്കാനും കഴിയണം എന്ന് തങ്ങൾ ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാനുമായി സഹകരിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് നേരത്തെ സാദിഖ് അലി തങ്ങൾ മഹല്ല് കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിനു പിന്നാലെയാണ് വീര്യം കുറഞ്ഞ മദ്യം പ്രത്യേക വിഭാഗമാക്കി മാറ്റിയ കഴിഞ്ഞ സർക്കാരിന്റെ രീതി പുതിയ നികുതി ഘടന ഏർപ്പെടുത്തി പിന്തുടരാൻ ബജറ്റിൽ നിർദ്ദേശം വന്നത്. ഈ നയത്തിനെതിരെ ഇരുവിഭാഗം സമസ്തയടക്കം മിക്ക മുസ്ലിം സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. മദ്യനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് സംഘടനകൾ സർക്കാരിന് നിവേദനങ്ങളും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇതുമായി അധികം വി.ഡി. സതീശൻ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് കരുതുന്നില്ല. കാരണം മുസ്ലിം ലീഗും പാണക്കാട് തങ്ങളുമൊക്കെ ഈ ഒരു വിഷയത്തിൽ സർക്കാരിനെതിരെ എതിർപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് സ്വന്തം നിലയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഈ ഒരു ഘട്ടത്തിൽ. ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ വിഷയത്തിൽ ചില ചർച്ചകൾ ഉണ്ടാകും എന്നുള്ളതും വരുന്നു. ഏകദേശം ഈ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏകദേശം മനസ്സിലാകുന്നത്. എന്തായാലും വഴിയെ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.